പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആഗോള ഇ-കൊമേഴ്സിന്റെ പരിവർത്തനപരമായ തൂണുകളെക്കുറിച്ചാണ്. ഈ വിഷയം മനസ്സിലാക്കാനായി നമ്മൾ 4 പ്രധാന മേഖലകളിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആദ്യം ഇ-കൊമേഴ്സ് വിപ്ലവത്തെക്കുറിച്ചൊരു ആമുഖം. തുടർന്ന് അതിന്റെ അടിസ്ഥാനപരമായ ബിസിനസ് നേട്ടങ്ങൾ നമ്മൾ പരിശോധിക്കും. മൂന്നാമതായി ഇ-കൊമേഴ്സ് എങ്ങനെയാണ് നൂതനാശയങ്ങളെയും മൂല്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് നോക്കാം. അവസാനമായി ഇതിന്റെ വിശാലമായ സാമ്പത്തിക സ്വാധീനത്തെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ നമുക്ക് ഒന്നാം ഭാഗം തുടങ്ങാം. ഇ-കൊമേഴ്സ് വിപ്ലവം. ഇന്റർനെറ്റ് സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ബിസിനസ്സുകൾ പ്രവർത്തിക്കുന്ന രീതിയിലും ഉപഭോക്താക്കൾ ഉൽപ്പന്നങ്ങളുമായും സേവനങ്ങളുമായും ഇടപഴകുന്ന രീതിയിലും ഇ-കൊമേഴ്സ് ഒരു വലിയ പരിവർത്തനം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാം ഭാഗത്തേക്ക് കടക്കുകയാണ്. അടിസ്ഥാനപരമായ ബിസിനസ് നേട്ടങ്ങൾ. ഈ വിഭാഗത്തിൽ ഇ-കൊമേഴ്സ് നൽകുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനപരമായ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ നേട്ടം വിപണിയുടെ വ്യാപ്തിയിലുള്ള വിപുലീകരണമാണ്. അതായത് ഇ-കൊമേഴ്സ് കാരണം ഭൂമിശാസ്ത്രപരമായ അതിരുകളൊന്നും ഒരു പ്രശ്നമല്ലാതായി. ഇത് ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് പോലും ഒരു ഫിസിക്കൽ സ്റ്റോർ ഇല്ലാതെ അന്താരാഷ്ട്ര വിപണികളിലേക്ക് പ്രവേശിക്കാൻ അവസരം നൽകുന്നു. രണ്ടാമത്തെ നേട്ടം ചെലവിലെ കാര്യക്ഷമതയാണ്. ഒരു ബിസിനസ് തുടങ്ങാനും അത് നടത്തിക്കൊണ്ടുപോകാനുമുള്ള ചെലവ് ഇ-കൊമേഴ്സ് വലിയ രീതിയിൽ കുറയ്ക്കുന്നു. കടവാടക, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിലെ ചെലവുകൾ ഒഴിവാക്കാം. അതുപോലെ ഇൻവെന്ററി, ബില്ലിംഗ്, കസ്റ്റമർ സപ്പോർട്ട് എന്നിവയൊക്കെ ഓട്ടോമേറ്റ് ചെയ്യുന്നതിലൂടെ പ്രവർത്തന ചെലവും കുറയുന്നു. മൂന്നാമത്തെ പ്രധാന നേട്ടം ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്ന സൗകര്യവും ലഭ്യതയുമാണ്. അവർക്ക് വീട്ടിലിരുന്ന് തന്നെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ കാണാനും വില താരതമ്യം ചെയ്യാനും വാങ്ങാനും സാധിക്കുന്നു. കൂടാതെ സുതാര്യമായ വിലയും എളുപ്പത്തിലുള്ള റിട്ടേൺ പോളിസികളുമൊക്കെ ഷോപ്പിംഗ് അനുഭവം കൂടുതൽ മികച്ചതാക്കുന്നു. ശരി, ഇനി നമുക്ക് മൂന്നാം ഭാഗത്തേക്ക് കടക്കാം. ഇ-കൊമേഴ്സ് എങ്ങനെയാണ് ഒരു മത്സരാധിഷ്ഠിതവും നൂതനവുമായ ബിസിനസ് അന്തരീക്ഷം വളർത്തുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. നാലാമത്തെ പോയിന്റ് വ്യക്തിഗതമാക്കിയ ഉപഭോക്തൃ അനുഭവമാണ്. ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ ഡേറ്റ അനലിറ്റിക്സും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉപയോഗിച്ച് ഓരോ ഉപഭോക്താവിന്റെയും താൽപ്പര്യങ്ങൾ മനസ്സിലാക്കുന്നു, അതിനനുസരിച്ച് വ്യക്തിഗതമായ ശുപാർശകൾ നൽകുന്നു. ഇത് സ്വാഭാവികമായും ഉപഭോക്തൃ സംതൃപ്തിയും ബിസിനസ്സിനോടുള്ള വിശ്വാസ്യതയും വർദ്ധിപ്പിക്കുന്നു. അഞ്ചാമതായി ഇ-കൊമേഴ്സ് നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിന്റെ ഡിജിറ്റൽ സ്വഭാവം, സബ്സ്ക്രിപ്ഷൻ സേവനങ്ങൾ, ഡയറക്റ്റ് കൺസ്യൂമർ മോഡലുകൾ എന്നിങ്ങനെയുള്ള പുതിയ ബിസിനസ് രീതികൾക്ക് വഴിയൊരുക്കുന്നു. ഇത് ഉൽപ്പന്ന വികസനത്തിലും സേവന വിതരണത്തിലും മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലുമെല്ലാം പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് കാരണമാകുന്നു. ആറാമത്തെ പോയിന്റ് വർദ്ധിച്ച മത്സരക്ഷമതയാണ്. ഇ-കൊമേഴ്സ് രംഗത്ത് എപ്പോഴും ഒരു മത്സരമുണ്ട്. അതുകൊണ്ടുതന്നെ കമ്പനികൾക്ക് എപ്പോഴും പുതുമകൾ കൊണ്ടുവരാനും ഉപഭോക്താക്കൾക്ക് നല്ല മൂല്യം നൽകാനും മികച്ച സേവനം നൽകാനും ഒരു സമ്മർദ്ദമുണ്ടാകും. ഇതിന്റെ ഗുണം അവസാനം ലഭിക്കുന്നത് ഉപഭോക്താക്കൾക്കാണ്. കാരണം അവർക്ക് ന്യായമായ വിലയിൽ നല്ല ഉൽപ്പന്നങ്ങളും സേവനങ്ങളും കിട്ടുന്നു. ഏഴാമതായി തത്സമയ ഡേറ്റയും ബിസിനസ് ഇന്റലിജൻസും. ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ ഉപഭോക്താക്കളുടെ സ്വഭാവത്തെയും വിപണിയിലെ പുതിയ ട്രെൻഡുകളെയും കുറിച്ച് ധാരാളം തത്സമയ ഡേറ്റ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഡേറ്റ ഉപയോഗിച്ച് ബിസിനസ്സുകൾക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും മികച്ച ബിസിനസ് തന്ത്രങ്ങൾ രൂപീകരിക്കാനും സാധിക്കും. ഇനി നമ്മൾ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇ-കൊമേഴ്സ് കാരണം സമൂഹത്തിലും സാമ്പത്തിക ഘടനയിലുമുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. എട്ടാമത്തെ പോയിന്റ് ഇത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതാണ്. ഗ്രാമീണ സംരംഭകർ, സ്ത്രീകൾ, ഭിന്നശേഷിക്കാർ എന്നിവർക്കെല്ലാം വലിയ മുതൽമുടക്കില്ലാതെ തന്നെ അവരുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഡിജിറ്റൽ മാർക്കറ്റിലൂടെ സ്വന്തം നാടിനപ്പുറത്തേക്ക് വിൽക്കാൻ സാധിക്കുന്നു. ഒൻപതാമത്തെ കാര്യം വിതരണ ശൃംഖലകൾ കൂടുതൽ കാര്യക്ഷമമാകുന്നു എന്നതാണ്. നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ കാണുന്നതുപോലെ നിർമ്മാതാക്കൾ മുതൽ ഉപഭോക്താക്കൾ വരെയുള്ള എല്ലാവരെയും ഒരു ഡിജിറ്റൽ നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരുന്നു. ഇത് ഓർഡറുകൾ വേഗത്തിൽ പ്രോസസ് ചെയ്യാനും സ്റ്റോക്ക് കൃത്യമായി നിയന്ത്രിക്കാനും ഡെലിവറി സമയം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. പത്താമത്തെയും അവസാനത്തെയുമായ പോയിന്റ് പാരിസ്ഥിതികമായ നേട്ടങ്ങളെയും കോട്ടങ്ങളെയും കുറിച്ചാണ്. ഒരു വശത്ത് വലിയ കടകളുടെ ആവശ്യം കുറയുന്നതുകൊണ്ട് ഒരുപക്ഷെ കാർബൺ ബഹിർഗമനം കുറയ്ക്കാൻ ഇത് സഹായിച്ചേക്കാം. എന്നാൽ മറുവശത്ത് പാക്കേജിംഗും ഡെലിവറിയും കാരണം ധാരാളം മാലിന്യങ്ങൾ ഉണ്ടാകുന്നു എന്നൊരു ദോഷവശവുമുണ്ട്. ഉപസംഹാരമായി ഈ വിഷയത്തിന്റെ കാതൽ വ്യക്തമാക്കുന്ന ഒരു പ്രസ്താവന നമുക്ക് നോക്കാം. ഇ-കൊമേഴ്സ് ആധുനിക സമ്പദ്വ്യവസ്ഥയുടെ ഒരു നെടുന്തൂണായി ഉയർന്നുവന്നിരിക്കുന്നു. ഇത് ബിസിനസ്സുകൾക്കും ഉപഭോക്താക്കൾക്കും സമൂഹത്തിനും മൊത്തത്തിൽ വിപുലമായ നേട്ടങ്ങൾ നൽകുന്നു. ചുരുക്കി പറഞ്ഞാൽ
ആഗോള വിപണിയിലേക്ക് പ്രവേശനം എളുപ്പമാക്കുകയും ഉപഭോക്തൃ അനുഭവങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഇ-കൊമേഴ്സ് പരമ്പരാഗത കച്ചവട രീതികളെ അടിമുടി മാറ്റിമറിച്ചു. ഇതാണ് ഈ പാഠത്തിന്റെ പ്രധാന ആശയം. ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കുന്നതിനനുസരിച്ച് ഇ-കൊമേഴ്സിന്റെ പ്രാധാന്യം ഇനിയും വർദ്ധിക്കും. ഇത് ഭാവിയിലെ സാമ്പത്തിക വളർച്ചയുടെ ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമായി മാറും. അതുകൊണ്ടുതന്നെ ഈ വളർച്ചയുടെ അടുത്ത ഘട്ടം എന്തായിരിക്കുമെന്ന് നാം തുടർന്നും നിരീക്ഷിക്കേണ്ടതുണ്ട്. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇലക്ട്രോണിക് കൊമേഴ്സിന്റെ നിർവചിക്കുന്ന മാനങ്ങളെക്കുറിച്ചാണ്, പ്രത്യേകിച്ചും ഇ-കൊമേഴ്സിന്റെ പ്രധാന സവിശേഷതകൾ. ഈ ചർച്ചയെ നമുക്ക് 3 പ്രധാന ഭാഗങ്ങളായി തിരിക്കാം. ആദ്യം ഇ-കൊമേഴ്സ് വിപ്ലവം, അതിനുശേഷം അതിന്റെ 10 പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അവസാനം ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയെക്കുറിച്ചും സംസാരിക്കും. ശരി, അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. എങ്ങനെയാണ് ഇ-കൊമേഴ്സ് ബിസിനസ് രീതികളെയും അതുപോലെ ഉപഭോക്താക്കൾ വിപണിയുമായി ഇടപെടുന്ന രീതിയെയും മൊത്തത്തിൽ മാറ്റിമറിച്ചത് എന്ന് നോക്കാം. സത്യത്തിൽ ഇ-കൊമേഴ്സിന്റെ ഈ പ്രത്യേകതകൾ തന്നെയാണ് അതിനെ സാധാരണ കച്ചവട രീതികളിൽ നിന്ന് വേറിട്ടു നിർത്തുന്നത്. ആഗോളതലത്തിൽ ഇത്രയധികം വളർച്ച നേടാനും ആളുകൾ പെട്ടെന്നിത് സ്വീകരിക്കാനുമുള്ള പ്രധാന കാരണവും ഇതുതന്നെ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. എന്തൊക്കെയാണ് ഇ-കൊമേഴ്സിന് നിർവചിക്കുന്ന 10 പ്രധാന സവിശേഷതകൾ എന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. അതെ, ഇലക്ട്രോണിക് കൊമേഴ്സിന് പ്രധാനമായും 10 സവിശേഷതകളാണുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇതിൽ ഒന്നാമത്തേതാണ് യൂണിവേഴ്സൽ അല്ലെങ്കിൽ അതിന്റെ സാർവത്രിക സ്വഭാവം. അതായത് ഭൂമിശാസ്ത്രപരമായോ സമയപരമായോ ഉള്ള പരിമിതികളില്ലാതെ എവിടെ നിന്നും എപ്പോൾ വേണമെങ്കിലും ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കും. 24 മണിക്കൂറും ഇടപാടുകൾ നടത്താൻ ഇത് സൗകര്യമൊരുക്കുന്നു. ഇനി രണ്ടാമത്തെ പോയിന്റ് ഗ്ലോബൽ റീച്ച് അഥവാ ആഗോള വ്യാപ്തി. സാധാരണ കച്ചവടത്തിനുള്ള പരിമിതികളൊന്നും ഇവിടെയില്ല. ബിസിനസ്സുകൾക്ക് വളരെ എളുപ്പത്തിൽ അന്താരാഷ്ട്ര വിപണികളിലേക്ക് എത്താൻ സാധിക്കുന്നു. ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നു, അതുപോലെ ചെറിയ സംരംഭങ്ങൾക്ക് പോലും ആഗോളതലത്തിൽ മത്സരിക്കാൻ അവസരം നൽകുന്നു. മൂന്നാമത്തെ സവിശേഷതയാണ് ഇന്ററാക്ടിവിറ്റി അല്ലെങ്കിൽ സംവാദാത്മകത. വാങ്ങുന്നവരും വിൽക്കുന്നവരും തമ്മിൽ ഒരു 2-വേ കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്നു. ഇത് കസ്റ്റമർ എൻഗേജ്മെന്റും അവരുടെ സംതൃപ്തിയും തത്സമയം തന്നെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. അപ്പോ ഈ ഇന്ററാക്ടിവിറ്റിക്ക് ഉപയോഗിക്കുന്ന ചില ടൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതില് ചാറ്റ് ബോട്ടുകൾ, പ്രൊഡക്റ്റ് റിവ്യൂസ്, പിന്നെ സോഷ്യൽ മീഡിയ ഇന്റിഗ്രേഷൻസ് ഒക്കെ ഉൾപ്പെടും. നാലാമതായി വരുന്നത് പേഴ്സണലൈസേഷനും കസ്റ്റമൈസേഷനുമാണ്. അതായത് ഉപഭോക്താക്കൾ ഒരു സൈറ്റിൽ എങ്ങനെ പെരുമാറുന്നു, എന്തൊക്കെ വാങ്ങുന്നു എന്നതൊക്കെ വിശകലനം ചെയ്ത് ഓരോ വ്യക്തിയുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഓഫറുകൾ നൽകാൻ ബിസിനസ്സുകൾക്ക് ഇതിലൂടെ കഴിയുന്നു. ഇതിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ എപ്പോഴും കാണുന്നതാണ്. ഓരോരുത്തർക്കും വേണ്ടി പേഴ്സണലൈസ്ഡ് ചെയ്ത പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻസ്, ടാർഗറ്റഡ് പരസ്യങ്ങൾ, പിന്നെ ഓരോ യൂസറിനും വ്യത്യസ്തമായൊരു അനുഭവം നൽകുന്ന വെബ്സൈറ്റുകൾ, ഇതൊക്കെയാണ് ഫലം. അഞ്ചാമത്തെ സവിശേഷതയാണ് ഇൻഫർമേഷൻ റിച്ച്നെസ് അല്ലെങ്കിൽ വിവരസമൃദ്ധി. ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള ഒരുപാട് വിവരങ്ങൾ, അതിന്റെ സ്പെസിഫിക്കേഷൻസ്, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ, ഇതെല്ലാം വളരെ വേഗത്തിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാൻ ഇത് സഹായിക്കുന്നു. ഇത് കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു തീരുമാനമെടുക്കാൻ അവരെ സഹായിക്കും. അടുത്തത് കോസ്റ്റ് എഫിഷ്യൻസിയാണ്. അതായത് ചെലവ് കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നുള്ളത്. ഒരു കട വാടകയ്ക്കെടുക്കുന്നതുപോലുള്ള ചെലവുകൾ ഇല്ലാതാക്കുന്നതിലൂടെയും സപ്ലൈ ചെയിൻ കാര്യക്ഷമമാക്കുന്നതിലൂടെയും പ്രവർത്തന ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ ഇ-കൊമേഴ്സിന് സാധിക്കും. ഏഴാമത്തേത് സ്പീഡ് ആൻഡ് കൺവീനിയൻസ്. പേയ്മെന്റ് ഗേറ്റ്വേകളും ഡിജിറ്റൽ വാലറ്റുകളും പോലുള്ള ടൂൾസ് ഉപയോഗിച്ച് ഇടപാടുകൾ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പൂർത്തിയാക്കാൻ സാധിക്കുന്നു. ഇത് വാങ്ങുന്ന പ്രക്രിയയെ വളരെ ലളിതമാക്കുന്നു. എട്ടാമത്തെ പോയിന്റ് ഓട്ടോമേഷനും ഇന്റഗ്രേഷനുമാണ്. ഇ-കൊമേഴ്സ് സിസ്റ്റങ്ങൾ മറ്റു ബിസിനസ് ടൂളുകളുമായി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാകും. എന്തിനാണെന്ന് വെച്ചാൽ കൃത്യത വർദ്ധിപ്പിക്കാനും മനുഷ്യന്റെ ഇടപെടൽ കുറയ്ക്കാനും അതുവഴി പ്രവർത്തനക്ഷമത മൊത്തത്തിൽ മെച്ചപ്പെടുത്താനും വേണ്ടിയാണ്. അപ്പോ ഇത്തരത്തിൽ സംയോജിപ്പിക്കുന്ന സിസ്റ്റങ്ങളിൽ ചിലതാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് അഥവാ ERP, പിന്നെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് അതായത് CRM. ഒൻപതാമത്തേത് മൾട്ടിമീഡിയ ഉപയോഗിക്കാനുള്ള കഴിവാണ്. ഓഡിയോ, വീഡിയോ, ഗ്രാഫിക്സ് ഇവയെല്ലാം ഉപയോഗിച്ച് ഷോപ്പിംഗ് അനുഭവം വളരെ മികച്ചതാക്കാനും ഉൽപ്പന്നങ്ങളെക്കുറിച്ച് നല്ലൊരു ധാരണ നൽകാനും സാധിക്കുന്നു. ഉദാഹരണത്തിന് വീഡിയോ ട്യൂട്ടോറിയലുകൾ, 360 ഡിഗ്രിയിലുള്ള പ്രൊഡക്റ്റ് ചിത്രങ്ങൾ ഒക്കെ ഇതിൽ വരും. ഇനി 10ാമത്തേതും അവസാനത്തേതുമായ സവിശേഷത സെക്യൂരിറ്റിയും എൻക്രിപ്ഷനുമാണ്. ആധുനിക ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ
ഉപയോക്താക്കളുടെ ഡേറ്റയും സാമ്പത്തിക വിവരങ്ങളും സംരക്ഷിക്കാൻ വളരെ ശക്തമായ സുരക്ഷാ പ്രോട്ടോക്കോളുകളാണ് ഉപയോഗിക്കുന്നത്. ഈ സുരക്ഷാ പ്രോട്ടോക്കോളുകളിൽ പ്രധാനപ്പെട്ടവയാണ് SSL എൻക്രിപ്ഷൻ, ഫയർവാളുകൾ, പിന്നെ മൾട്ടി ഫാക്ടർ ഓഥന്റിക്കേഷൻ എന്നിവ. ഇവയെല്ലാം ഇടപാടുകൾ സുരക്ഷിതമാക്കാൻ സഹായിക്കുന്നു. അപ്പോ നമ്മൾ 10 സവിശേഷതകളും ചർച്ച ചെയ്തു. ഇനി അവസാനമായി ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയിൽ ഇ-കൊമേഴ്സിനുള്ള ഒഴിച്ചുകൂടാനാവാത്ത പങ്കിനെക്കുറിച്ച് നോക്കാം. ഈ ആശയം വളരെ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. ഇ-കൊമേഴ്സ് അതിന്റെ ലഭ്യത, കാര്യക്ഷമത, ആഗോള പ്രസക്തി എന്നിവ വർദ്ധിപ്പിക്കുന്ന സവിശേഷതകളിലൂടെ പരമ്പരാഗത വാണിജ്യത്തിന്റെ പരിമിതികളെ മറികടന്നിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ടെക്നോളജി മുന്നോട്ടു പോകുന്തോറും ഇ-കൊമേഴ്സിന്റെ ഈ സവിശേഷതകൾ കൂടുതൽ സങ്കീർണമാകും. അത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ ഒരു അവിഭാജ്യ ഘടകമായി മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടുതന്നെ ഈ ഡിജിറ്റൽ ഇക്കോണമിയിൽ ശരിയായി മുന്നോട്ടു പോകണമെങ്കിൽ ബിസിനസ്സുകൾക്കും നയരൂപകർത്താക്കൾക്കും അതുപോലെ നമ്മൾ ഓരോ ഉപഭോക്താക്കൾക്കും ഈ സവിശേഷതകളെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയുണ്ടായിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇ-കൊമേഴ്സിന്റെ പ്രയോജനങ്ങളെക്കുറിച്ചാണ്. സെക്ഷൻ 2.2.3. നിങ്ങൾക്കറിയാമല്ലോ, ഡിജിറ്റൽ വിപ്ലവമാണ് ഇ-കൊമേഴ്സിന് വഴിയൊരുക്കിയത്. ഇത് നമ്മുടെ വ്യാപാര രീതികളെ മൊത്തത്തിൽ മാറ്റിമറിച്ചു. എങ്ങനെയാണെന്നല്ലേ? ഇതുവഴി ബിസിനസ്സുകൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നുകിട്ടി, അതേസമയം ഉപഭോക്താക്കൾക്ക് മുൻപൊരിക്കലുമില്ലാത്ത സൗകര്യങ്ങളും ലഭിച്ചു. അപ്പോൾ ഇ-കൊമേഴ്സിന്റെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, അത് ബിസിനസ്സുകളെ അവയുടെ ഭൗതികമായ അതിരുകൾക്കപ്പുറത്തേക്ക് വളരാൻ സഹായിക്കുന്നുവെന്നതാണ്. നമുക്ക് അത് എങ്ങനെയാണെന്ന് വിശദമായിട്ട് നോക്കാം. ഇതിൽ ഒന്നാമത്തേതാണ് ആഗോള വ്യാപനവും വിപണി വികസനവും. അതായത് ഇ-കൊമേഴ്സ് ഉപയോഗിക്കുന്നതിലൂടെ ഒരു ചെറിയ പ്രാദേശിക ബിസിനസ്സിന് പോലും ലോകത്തിന്റെ ഏത് കോണിലുമുള്ള ഉപഭോക്താക്കളിലേക്ക് എത്താൻ കഴിയുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു ഓൺലൈൻ സ്റ്റോർ തുടങ്ങുന്നതിലൂടെ നമ്മുടെ നാട്ടിലൊരു ചെറിയ സംരംഭത്തിനു പോലും ലോകം മുഴുവൻ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ അവസരം കിട്ടുകയാണ്. ഇതിലൂടെ അവരുടെ വിപണി എത്രയോ വലുതാകുന്നു, അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഓരോ സ്ഥലത്തും കടകൾ തുറക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ കച്ചവടം ലോകം മുഴുവൻ വ്യാപിപ്പിക്കാൻ കഴിയുന്നു. ഇനി രണ്ടാമത്തെ പ്രയോജനത്തിലേക്ക് വരാം. ചെലവ് കുറവും പ്രവർത്തനപരമായ ലാഭവും. അതായത് ആഗോള വിപണിയിലേക്കെത്താൻ സഹായിക്കുന്നതിനൊപ്പം തന്നെ ബിസിനസ്സുകളുടെ പ്രവർത്തന ചെലവ് ഗണ്യമായി കുറയ്ക്കാനും ഇ-കൊമേഴ്സ് സഹായിക്കുന്നുണ്ട്. ഇവ തമ്മിലൊരു താരതമ്യം നോക്കിയാൽ ഇത് വ്യക്തമാകും. ഒരു സാധാരണ കട തുടങ്ങണമെങ്കിൽ കെട്ടിടവാടക, കറണ്ട് ബില്ല്, ഒരുപാട് ജീവനക്കാർ, സ്റ്റോക്ക് വെക്കാനുള്ള സൗകര്യം, ഇതിനെല്ലാം വലിയൊരു മുതൽമുടക്ക് വേണം. എന്നാൽ ഒരു ഇ-കൊമേഴ്സ് സ്റ്റോറിന്റെ കാര്യം അങ്ങനെയല്ല. അവിടെ ഈ പറഞ്ഞ പ്രവർത്തന ചെലവുകൾ വളരെ കുറവാണ്. മാത്രമല്ല, ബില്ലിംഗ്, സ്റ്റോക്ക് ട്രാക്കിംഗ് പോലുള്ള കാര്യങ്ങളെല്ലാം ഓട്ടോമേറ്റ് ചെയ്യാനും പറ്റും. ഇതുവരെ നമ്മൾ ബിസിനസ്സുകൾക്കുള്ള ഗുണങ്ങളാണ് സംസാരിച്ചത്. ഇനി നമുക്ക് ഉപഭോക്താവിന്റെ ഭാഗത്തുനിന്ന് നോക്കാം. ആധുനിക ഉപഭോക്താവിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഇ-കൊമേഴ്സ് എങ്ങനെയാണ് ഉപഭോക്തൃ അനുഭവം മെച്ചപ്പെടുത്തുന്നത് എന്ന് പരിശോധിക്കാം. മൂന്നാമത്തെ പോയിന്റ് സൗകര്യവും ലഭ്യതയുമാണ്. ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ആകർഷണം ഇതാണ്. എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും ഷോപ്പിംഗ് ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം. അതാണ് ഇ-കൊമേഴ്സ് തരുന്നത്. കാരണം ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ 24 മണിക്കൂറും ആഴ്ചയിലെ 7 ദിവസവും ലഭ്യമാണ്. നമ്മുടെയൊക്കെ ഈ തിരക്കേറിയ ജീവിതത്തിൽ ഇതൊരു വലിയ കാര്യമാണല്ലേ? പാതിരാത്രിക്കൊരു സാധനം വാങ്ങണമെന്ന് തോന്നിയാലോ അല്ലെങ്കിൽ യാത്രക്കിടയിലോ എവിടെ നിന്നും നമുക്ക് ഷോപ്പിംഗ് ചെയ്യാം. ഇത് പലതരം ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്നു. നാലാമത്തെ നേട്ടം കുറച്ചുകൂടി ടെക്നിക്കലാണ്. വ്യക്തിഗതമാക്കലും മെച്ചപ്പെട്ട ഉപഭോക്തൃ അനുഭവവും പേഴ്സണലൈസേഷൻ എന്ന് പറയും. അതായത് ഓരോ ഉപഭോക്താവിൻ്റെയും ഇഷ്ടങ്ങളും താൽപ്പര്യങ്ങളും മനസ്സിലാക്കി അവർക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ മാത്രം കാണിക്കുന്ന ഒരു രീതിയാണിത്. ഇതിനുവേണ്ടി ഡേറ്റ അനലിറ്റിക്സും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ മുൻപത്തെ വാങ്ങലുകൾ, നമ്മൾ തിരഞ്ഞ ഉൽപ്പന്നങ്ങൾ, ഇതൊക്കെ വിശകലനം ചെയ്ത് നമുക്കിഷ്ടപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഒരു ശുപാർശയായി മുന്നോട്ട് വയ്ക്കും. ഇത് ഉപഭോക്താവിന് മെച്ചപ്പെട്ട അനുഭവം നൽകുന്നു, സംതൃപ്തി വർദ്ധിപ്പിക്കുന്നു. സ്വാഭാവികമായും അവർ വീണ്ടും അവിടെ നിന്ന് തന്നെ വാങ്ങാൻ ഇത് കാരണമാകുന്നു. അഞ്ചാമത്തെ പോയിന്റ് ഉൽപ്പന്നങ്ങളുടെ വിശാലമായ ലഭ്യതയും അവ താരതമ്യം ചെയ്യാനുള്ള അവസരവുമാണ്. നിങ്ങളൊരു സാധാരണ കടയിൽ പോയാൽ കാണുന്നതിനേക്കാൾ എത്രയോ അധികം ഉൽപ്പന്നങ്ങളും ബ്രാൻഡുകളും ഓൺലൈനിൽ ലഭ്യമാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷനുകൾ കിട്ടും. പല വെബ്സൈറ്റുകളിലെയും വിലകൾ തമ്മിൽ താരതമ്യം ചെയ്യാനുള്ള ടൂളുകളുണ്ട്. പോരാത്തതിന് ആ ഉൽപ്പന്നം മുമ്പ് വാങ്ങിയവരുടെ റിവ്യൂകളും വായിക്കാം. ഇതെല്ലാം ശരിയായ തീരുമാനമെടുക്കാൻ നമ്മളെ സഹായിക്കും. ചുരുക്കത്തിൽ നമ്മുടെ പണത്തിന് ഏറ്റവും മികച്ച മൂല്യം കിട്ടാൻ ഇത് സഹായിക്കുന്നു. ശരി, ഇനി നമുക്ക് അടുത്ത വിഭാഗത്തിലേക്ക് കടക്കാം. പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിലൂടെയും
പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെയും ഇ കൊമേഴ്സ് എങ്ങനെയാണ് മൂല്യമുണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിലെ 6ാമത്തെ പോയിന്റാണ് മെച്ചപ്പെട്ട ബിസിനസ് കാര്യക്ഷമത. ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു ബിസിനസ്സിന് അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിലും കൃത്യതയിലും ചെയ്യാൻ സാധിക്കുന്നു. മനുഷ്യർക്ക് പറ്റുന്ന തെറ്റുകൾ കുറയുന്നു, അങ്ങനെ മൊത്തത്തിലുള്ള ഉൽപ്പാദനക്ഷമത കൂടുന്നു. ഉദാഹരണത്തിന്, സംയോജിത സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, സ്റ്റോക്ക് വിവരങ്ങൾ തത്സമയം അപ്ഡേറ്റ് ചെയ്യുന്നത്, ഇലക്ട്രോണിക് ഡേറ്റ ഇന്റർചേഞ്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വഴി വിപണിയിലെ മാറ്റങ്ങളോട് വളരെ പെട്ടെന്ന് പ്രതികരിക്കാൻ ബിസിനസ്സുകൾക്ക് കഴിയുന്നു. ഇത് അവരുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നു. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്: തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കലും പുതിയ സാധ്യതകളും. ഇ കൊമേഴ്സ് എന്നത് വെറുമൊരു കച്ചവട രീതി മാത്രമല്ല, അത് ഒരുപാട് പുതിയ തൊഴിലവസരങ്ങൾക്കും നൂതനമായ ബിസിനസ്സുകൾക്കും വഴിവെച്ചിട്ടുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കണ്ടന്റ് ക്രിയേഷൻ, ലോജിസ്റ്റിക്സ്, സൈബർ സുരക്ഷ, ഇതൊക്കെ ഇ കൊമേഴ്സ് വളർന്നപ്പോൾ ഒപ്പം വളർന്നുവന്ന് പുതിയ തൊഴിൽ മേഖലകളാണ്. ഇത് തീർച്ചയായും നമ്മുടെ സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയൊരു ഉത്തേജനം നൽകുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികവും പ്രവർത്തനപരവുമായ നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി അവസാനമായി ഇ കൊമേഴ്സ് ഒരു സുസ്ഥിരമായ ഭാവിക്കും പരിസ്ഥിതിക്കും എങ്ങനെ സംഭാവന നൽകുന്നു എന്ന് നോക്കാം. ഇതിലെ 8ാമത്തെയും അവസാനത്തെയും പോയിന്റ് പരിസ്ഥിതി സൗഹൃദപരവും കടലാസ് രഹിതമായ ഇടപാടുകളാണ്. ഇ കൊമേഴ്സ് പല രീതിയിലും നമ്മുടെ പരിസ്ഥിതിക്ക് ഗുണകരമായ ഒരു വ്യാപാര രീതിയായി മാറുന്നുണ്ട്. എങ്ങനെയെന്നാൽ, ഡിജിറ്റൽ ബില്ലുകളും ഇ രസീതുകളും കടലാസിന്റെ ഉപയോഗം കുറയ്ക്കുന്നു. അതുപോലെ അച്ചടിച്ച കാറ്റലോഗുകൾക്ക് പകരം വെർച്വൽ കാറ്റലോഗുകൾ ഉപയോഗിക്കാം. ഭൗതികമായ കടകളും ആളുകളുടെ അവിടേക്കുള്ള യാത്രകളും കുറയുന്നത് ഊർജ്ജ ഉപഭോഗം കുറയ്ക്കാനും സഹായിക്കുന്നു. ഇതെല്ലാം പരിസ്ഥിതി സൗഹൃദപരമായ ബിസിനസ് രീതികളാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം: സാങ്കേതികവിദ്യ വികസിക്കുന്നതിനനുസരിച്ച് നമ്മുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലും ഉപഭോക്തൃ സ്വഭാവത്തിലും ഇ കൊമേഴ്സിന്റെ പങ്ക് കൂടുതൽ നിർണായകമായിക്കൊണ്ടിരിക്കും. ഇത് ഇനിയും വളരുകയുള്ളൂ. ഇത്രയധികം സ്വാധീനം ചെലുത്തിയ ഈ ഡിജിറ്റൽ വാണിജ്യരംഗത്ത് ഇനി എന്തായിരിക്കും അടുത്ത വലിയ മാറ്റം? ഈ ഒരു ചോദ്യത്തോടെ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഈ ലെസണിൽ നമ്മൾ ഇ കൊമേഴ്സ് വളർച്ചയുടെ ബഹുമുഖ സ്വാധീനങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഇ കൊമേഴ്സ്? നിർവചനമനുസരിച്ച് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് അതിലും വലുതാണ്. ഭൂമിശാസ്ത്രപരമായ അതിരുകളെ മറികടക്കുന്ന ഒരു വാണിജ്യ പ്രവർത്തനമാണിത്. ഇന്ന് ആഗോള സമ്പദ്വ്യവസ്ഥയുടെ ഒരു പ്രധാന ഘടകമായി ഇത് മാറിയിരിക്കുന്നു. ഈ വിശകലനത്തിൽ നമ്മൾ 5 പ്രധാന മേഖലകളാണ് പരിശോധിക്കുന്നത്: സാമ്പത്തികവും ബിസിനസ്സുമായ സ്വാധീനങ്ങൾ, ഉപഭോക്താക്കളെ കേന്ദ്രീകരിച്ചുള്ള സ്വാധീനങ്ങൾ, തൊഴിലും തൊഴിൽ വിപണിയിലെ സ്വാധീനങ്ങളും, സാമൂഹികവും സാംസ്കാരികവുമായ സ്വാധീനങ്ങൾ, പിന്നെ നിയമപരവും ധാർമ്മികവുമായ സ്വാധീനങ്ങൾ. ശരി, അപ്പം നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം: സാമ്പത്തിക ബിസിനസ് സ്വാധീനങ്ങൾ. ഇ കൊമേഴ്സ് എങ്ങനെയാണ് സാമ്പത്തിക രംഗത്തെ മാറ്റുന്നത് എന്ന് നോക്കാം. ഒന്നാമതായി, പ്രവർത്തന ചെലവ് കുറയ്ക്കുന്നു. അതായത് വലിയ കടമുറികൾ പോലുള്ള ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങളുടെ ആവശ്യമില്ലാതാവുന്നു. 2. മാർക്കറ്റിന്റെ വ്യാപ്തി കൂട്ടുന്നു. ചെറിയ സ്ഥാപനങ്ങൾക്ക് പോലും ആഗോള വിപണിയിലേക്ക് എത്താൻ സാധിക്കുന്നു. മൂന്നാമത്തേത്, 24/7 ലഭ്യതയാണ്. എപ്പോ വേണമെങ്കിലും വ്യാപാരം നടത്താം. അവസാനമായി, സപ്ലൈ ചെയിൻ ഒപ്റ്റിമൈസേഷൻ. തത്സമയ ഡേറ്റ ഉപയോഗിച്ച് വിതരണ ശൃംഖല കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഇത് സഹായിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഉപഭോക്താക്കളെ കേന്ദ്രീകരിച്ചുള്ള സ്വാധീനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉപഭോക്താക്കൾക്ക് കിട്ടുന്ന പ്രധാന നേട്ടങ്ങൾ ഇവയാണ്. ഏറ്റവും പ്രധാനം സൗകര്യമാണ്. എവിടെ നിന്നും എപ്പോ വേണമെങ്കിലും ഷോപ്പ് ചെയ്യാം. അതുപോലെ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യം. ഒരുപാട് തരം ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാൻ അവസരം കിട്ടുന്നു. പിന്നെ മത്സരാധിഷ്ഠിത വില. വിപണിയിലെ സുതാര്യതയും കുറഞ്ഞ പ്രവർത്തന ചെലവും കാരണം ഉപഭോക്താക്കൾക്ക് പലപ്പോഴും കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ ലഭിക്കുന്നു. അടുത്തതായി നമ്മൾ നോക്കുന്നത് തൊഴിൽ വിപണി എന്നിവയിലെ സ്വാധീനങ്ങളാണ്. തൊഴിൽ വിപണിയിൽ ഇ കൊമേഴ്സിന് 2 തരത്തിലുള്ള സ്വാധീനമുണ്ട്. ഒരു വശത്ത് പുതിയ ജോലികൾ ഉണ്ടാകുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ലോജിസ്റ്റിക്സ്, വെയർഹൌസിംഗ്, IT സപ്പോർട്ട് തുടങ്ങിയ മേഖലകളിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. എന്നാൽ മറുവശത്ത് പരമ്പരാഗത റീറ്റെയിൽ മേഖലയിലെ പല ജോലികളും ഇല്ലാതാവുകയോ അപ്രസക്തമാവുകയോ ചെയ്യുന്നു. ഇതിന്റെ ഒരു ഫലമായി ഡിജിറ്റൽ സാക്ഷരതയുള്ള പ്രൊഫഷണലുകളുടെ ആവശ്യം വർദ്ധിച്ചു. ഇത് നിലവിലുള്ള തൊഴിലാളികൾ പുതിയ കഴിവുകൾ നേടേണ്ടതിന്റെയും, അതായത് റീസ്കില്ലിംഗ്, ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിന്റെയും പ്രാധാന്യം എടുത്തുകാണിക്കുന്നു. അടുത്തത് 4ാമത്തെ ഭാഗമാണ്: സാമൂഹികവും സാംസ്കാരികവുമായ സ്വാധീനങ്ങൾ. ഇ കൊമേഴ്സിന്റെ സാമൂഹിക പ്രത്യാഘാതങ്ങൾ നോക്കാം.
ഇത് ഉപഭോക്താക്കളെ കൂടുതൽ ശക്തരാക്കി. ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള റേറ്റിംഗുകളും റിവ്യൂകളും നോക്കി അറിവോടെ തീരുമാനമെടുക്കാൻ അവർക്ക് സാധിക്കുന്നു. അതുപോലെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ഉൽപ്പന്നങ്ങളും ജീവിതശൈലികളും എളുപ്പത്തിൽ ലഭ്യമാവുന്നത് സാംസ്കാരിക ആഗോളവൽക്കരണത്തിന് കാരണമാകുന്നു. എന്നാൽ ഇവിടെയൊരു ചോദ്യമുണ്ട്. ഈ കൊമേഴ്സിന്റെ പ്രയോജനങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണോ ലഭിക്കുന്നത്? അല്ല. ഡിജിറ്റൽ സൗകര്യങ്ങൾ കുറവുള്ള ജനവിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലോ പിന്നാക്കം നിൽക്കുന്ന മേഖലകളിലോ ഉള്ളവർ ഇതിൽ നിന്ന് പുറന്തള്ളപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് നിലവിലുള്ള ഡിജിറ്റൽ അന്തരം വർദ്ധിപ്പിക്കാൻ കാരണമായേക്കാം. അവസാനമായി 5ാമത്തെ ഭാഗം, നിയമപരവും ധാർമ്മികവുമായ സ്വാധീനങ്ങൾ. ഈ കൊമേഴ്സിന്റെ വളർച്ച ചില നിയമപരവും ധാർമ്മികവുമായ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 ഒന്ന്, ഡേറ്റാ സ്വകാര്യതയും ഉപഭോക്തൃ സംരക്ഷണവും. ഇതിനായി പുതിയ നിയമങ്ങൾ ആവശ്യമാണ്. 2, നികുതിയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ. അതിർത്തികൾ കടന്നുള്ള ഡിജിറ്റൽ വ്യാപാരത്തിന് നികുതി ചുമത്തുന്നതിന് പുതിയ നയങ്ങൾ വേണം. 3, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ. പാക്കേജിംഗ് മാലിന്യവും ലോജിസ്റ്റിക്സുമെല്ലാം പരിസ്ഥിതിയെ ബാധിക്കുന്നുണ്ട്. ഇതിനായി സുസ്ഥിരമായ മാർഗങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ചുരുക്കത്തിൽ, ഇ കൊമേഴ്സും സാമ്പത്തികവും സാമൂഹികവുമായ രംഗത്ത് ഒരു വിപ്ലവം സൃഷ്ടിച്ചു. ഇത് ഒരുപാട് അവസരങ്ങൾ നൽകുന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ പല വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് ഇ കൊമേഴ്സിന്റെ പ്രയോജനങ്ങൾ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഒരു സംയോജിത സമീപനം ആവശ്യമാണ്. അടിസ്ഥാന സൗകര്യ വികസനം, ഡിജിറ്റൽ സാക്ഷരത, പിന്തുണ നൽകുന്ന നിയമങ്ങൾ, സാമൂഹികമായ ഉൾക്കൊള്ളൽ എന്നിവയെല്ലാം ഇതിലുൾപ്പെടുന്നു. ഇവയെല്ലാം ഒരുമിച്ച് ചേരുമ്പോൾ മാത്രമേ ഇതിന്റെ യഥാർത്ഥ സാധ്യതകൾ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയൂ. ഈ പാഠത്തില് നമ്മൾ ഇ കൊമേഴ്സിന്റെ വെല്ലുവിളികളെയും പരിമിതികളെയും കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇ കൊമേഴ്സ് ഒരു വലിയ പരിവർത്തനത്തിന് കാരണമായിട്ടുണ്ടെങ്കിലും അതിന്റെ പൂർണ്ണമായ വളർച്ചയെ തടയുന്ന നിരവധി ഘടകങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. അപ്പോ ഈ ചർച്ചയില് നമ്മൾ പ്രധാനമായും 6 ഭാഗങ്ങളായാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യം ഇ കൊമേഴ്സ് നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കും. തുടർന്ന് അടിസ്ഥാന സൗകര്യങ്ങൾ, സുരക്ഷാ പ്രശ്നങ്ങൾ എന്നിവയിലേക്ക് കടക്കും. അതിനുശേഷം വിശ്വാസ്യത, നിയമപരമായ കാര്യങ്ങൾ, ലോജിസ്റ്റിക്സ്, പിന്നെ വിപണിയിലെ മത്സരം എന്നിവയെക്കുറിച്ചും സംസാരിക്കും. അവസാനമായി ഈ തടസ്സങ്ങളെയൊക്കെ എങ്ങനെ മറികടക്കാം എന്നും നമ്മൾ ചർച്ച ചെയ്യും. 1ാമത്തെ ഭാഗം, ഇ കൊമേഴ്സിന്റെ വെല്ലുവിളികൾ. ഡിജിറ്റൽ കൊമേഴ്സിന്റെ സാധ്യതകളെ തടസ്സപ്പെടുത്തുന്ന ഘടകങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത്. ഇ കൊമേഴ്സ് അതിവേഗം വളരുന്നുണ്ടെങ്കിലും അതിന്റെ പൂർണ്ണമായ വളർച്ചയെ തടയുന്ന ചില അടിസ്ഥാനപരമായ തടസ്സങ്ങളുണ്ട്. എന്തൊക്കെയാണവ എന്ന് നോക്കാം. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇ കൊമേഴ്സ് ഒരു വലിയ മാറ്റത്തിന്റെ ശക്തിയാണെങ്കിലും അതിന്റെ മുഴുവൻ കഴിവുകളും ഉപയോഗപ്പെടുത്തുന്നതിൽ ചില പരിമിതികൾ നിലനിൽക്കുന്നുണ്ട്. ഇത് പ്രധാനമായും ബാധിക്കുന്നത് വികസ്വര രാജ്യങ്ങളെയും അതുപോലെ പരമ്പരാഗത രീതിയിൽ കച്ചവടം ചെയ്യുന്ന ബിസിനസ്സുകളെയുമാണ്. ഈ പരിമിതികൾ കാരണം ഡിജിറ്റൽ വ്യാപാരത്തിന്റെ യഥാർത്ഥ പ്രയോജനങ്ങൾ പലർക്കും ലഭിക്കാതെ പോകുന്നു. 2ാമത്തെ ഭാഗം, അടിസ്ഥാന സൗകര്യങ്ങളും സുരക്ഷാ ആശങ്കകളും. അതായത്, ഇ കൊമേഴ്സ് സംവിധാനങ്ങൾ നേരിടുന്ന അടിസ്ഥാനപരവും ഡിജിറ്റൽ തലത്തിലുള്ളതുമായ ഭീഷണികളെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഇവയെ ഇ കൊമേഴ്സിന്റെ പ്രവർത്തനങ്ങളുടെ അടിത്തറയെ ബാധിക്കുന്ന വെല്ലുവിളികൾ എന്ന് തന്നെ പറയാം. ഇതിലെ ആദ്യത്തെ വെല്ലുവിളി അടിസ്ഥാന സൗകര്യങ്ങളും സാങ്കേതിക പരിമിതികളുമാണ്. എന്താണതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശക്തമായ ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തതും സാങ്കേതികവിദ്യ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നതും ഇ കൊമേഴ്സ് എല്ലാവരിലേക്കും എത്തുന്നതിന് ഒരു തടസ്സമായി മാറുന്നു. ഡിജിറ്റൽ സൗകര്യങ്ങളിലേക്കുള്ള പ്രവേശനവും സാങ്കേതിക കഴിവും ഇതിൽ പ്രധാനമാണ്. അപ്പോ എന്തൊക്കെയാണ് ഈ പ്രധാന അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ? 1, മോശം ഇന്റർനെറ്റ് കണക്ടിവിറ്റി, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ. 2, കുറഞ്ഞ ബാൻഡ്വിഡ്ത്ത്. 3, സ്ഥിരതയില്ലാത്ത വൈദ്യുതി വിതരണം. ഇതുകൂടാതെ പുതിയ പ്ലാറ്റ്ഫോമുകളും സാങ്കേതിക വിദ്യകളും വരുമ്പോൾ ചെറുകിട ഇടത്തളം സംരംഭങ്ങൾക്ക് അതിനോട് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ട് വരുന്നു. ഒപ്പം സാങ്കേതികവിദ്യ പെട്ടെന്ന് കാലഹരണപ്പെട്ടു പോകാനുള്ള സാധ്യതയുമുണ്ട്. ഈ തടസ്സങ്ങളെല്ലാം വികസ്വര രാജ്യങ്ങളിലും ചെറിയ ബിസിനസ്സുകൾക്കും വലിയ വെല്ലുവിളിയാണ്. ഈ വിഭാഗത്തിലെ 2ാമത്തെ പ്രധാന വെല്ലുവിളി സുരക്ഷയും സ്വകാര്യതയുമായി ബന്ധപ്പെട്ട ആശങ്കകളാണ്. അതായത്, സൈബർ ഭീഷണികൾ കാരണം ഉപഭോക്താക്കൾക്കും ബിസിനസ്സുകൾക്കും ഇടപാടുകൾ നടത്താൻ ഒരു മടി അനുഭവപ്പെടുന്നു. കാരണം അവരുടെ വ്യക്തിപരവും സാമ്പത്തികവുമായ വിവരങ്ങൾ അപകടത്തിലാകുമോ എന്ന ഭയം അവർക്കുണ്ട്. സാധാരണയായി കാണുന്ന സൈബർ ഭീഷണികളാണ് ഹാക്കിംഗ്, ഡേറ്റ ചോർച്ച, ഫിഷിംഗ്, പിന്നെ ഐഡന്റിറ്റി മോഷണം എന്നിവ. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല പ്ലാറ്റ്ഫോമുകളും സൈബർ സുരക്ഷയ്ക്കായി വേണ്ടത്ര നിക്ഷേപം നടത്തുന്നില്ല. ഇത് സ്വാഭാവികമായും ഉപഭോക്താക്കളുടെ വിശ്വാസത്തെ പ്രതികൂലമായി ബാധിക്കുന്നു.
മൂന്നാമത്തെ ഭാഗം വിശ്വാസ്യതയും വ്യക്തിപരമായ ഇടപെടലും. ഡിജിറ്റൽ ഇടപാടുകളിൽ മാനുഷിക ഘടകത്തിന്റെ പ്രാധാന്യമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അതായത് ഉപഭോക്തൃ വിശ്വാസവും ഓൺലൈൻ ഇടപെടലുകളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളാണ് ഇനി ചർച്ച ചെയ്യുന്നത്. ഇവിടെ പ്രധാന പ്രശ്നം വിശ്വാസ്യതയുടെയും വ്യക്തിപരമായ ഇടപെടലിന്റെയും അഭാവമാണ്. അതായത് ഓൺലൈൻ ഇടപാടുകളിൽ മനുഷ്യരുമായി നേരിട്ടുള്ള ഇടപെടൽ ഇല്ല. അതുപോലെ ഒരു ഉൽപ്പന്നം വാങ്ങുന്നതിനു മുൻപ് അത് നേരിട്ട് കണ്ട് പരിശോധിക്കാനും സാധിക്കുന്നില്ല. ഇത് കാരണം പല ഉപഭോക്താക്കൾക്കും ഓൺലൈനായി സാധനങ്ങൾ വാങ്ങാൻ ഒരു മടി തോന്നുന്നു. ഈയൊരു ഭൗതികമായ അനുഭവത്തിന്റെ അഭാവം ഇ-കൊമേഴ്സിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നു. ഈ വിശ്വാസക്കുറവിന് കാരണമാകുന്ന ചില ഘടകങ്ങൾ നോക്കാം. 1. ഉൽപ്പന്നത്തിന്റെ ആധികാരികതയെക്കുറിച്ചുള്ള ആശങ്ക. 2. പണമടപ്പ് സമയത്ത് തട്ടിപ്പുകൾ നടക്കുമോ എന്ന ഭയം. 3. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ. 4. ഡെലിവറി വൈകാനുള്ള സാധ്യത. പിന്നെ ഏറ്റവും പ്രധാനമായി വാങ്ങുന്നതിനു മുമ്പ് സാധനങ്ങൾ നേരിട്ട് പരിശോധിക്കാൻ കഴിയാത്ത അവസ്ഥ. ഈ ഘടകങ്ങളെല്ലാം ഉപഭോക്താക്കളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുകയും ചിലപ്പോൾ ഉൽപ്പന്നങ്ങൾ തിരികെ നൽകുന്നതിന്റെ നിരക്ക് കൂട്ടുകയും ചെയ്യുന്നു. നാലാമത്തെ ഭാഗം നിയമപരവും ലോജിസ്റ്റിക്കൽ പരവുമായ പ്രശ്നങ്ങൾ. ഇ-കൊമേഴ്സിലെ അതിരുകളില്ലാത്തതും അതേസമയം ഭൗതികവുമായ ലോകത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. അതായത് ഇ-കൊമേഴ്സിലുള്ള സങ്കീർണമായ നിയമപരവും പ്രവർത്തനപരവുമായ തടസ്സങ്ങളെക്കുറിച്ചാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അതിലാദ്യത്തേത് നിയമപരവും നിയന്ത്രണപരവുമായ പ്രശ്നങ്ങളാണ്. ഇ-കൊമേഴ്സിന്റെ അതിരുകളില്ലാത്ത സ്വഭാവം കാരണം നിയമങ്ങൾ നടപ്പിലാക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. ഓരോ പ്രദേശത്തും വ്യത്യസ്ത നിയമങ്ങളായതുകൊണ്ട് തർക്കങ്ങൾ പരിഹരിക്കുന്നതും സങ്കീർണമാകുന്നു. ഡിജിറ്റൽ വ്യാപാരത്തിന്റെ ഈ ആഗോള സ്വഭാവം പലപ്പോഴും പ്രാദേശിക നിയമചട്ടക്കൂടുകളുമായി പൊരുത്തപ്പെട്ടു പോകുന്നില്ല. ഈ സ്ലൈഡ് ആ പ്രശ്നം വ്യക്തമായി കാണിക്കുന്നു. നിയന്ത്രണങ്ങളിലെ ഒരു പൊരുത്തക്കേട്. ഒരു വശത്ത് നമ്മുടെ നിയമചട്ടക്കൂടുകൾ പലപ്പോഴും കാലഹരണപ്പെട്ടതോ അല്ലെങ്കിൽ പല ഭാഗങ്ങളായി വിഘടിച്ചു കിടക്കുന്നതോ ആണ്. മറുവശത്ത് ഡിജിറ്റൽ ഇടപാടുകൾ അതിരുകളില്ലാത്തതും വളരെ സങ്കീർണവുമാണ്. ഈ രണ്ട് കാര്യങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് ഇവിടത്തെ പ്രധാന പ്രശ്നം. ഇനി ലോജിസ്റ്റിക്സും ലാസ്റ്റ് മൈൽ ഡെലിവറിയും. വെയർഹൌസിംഗ്, ഇൻവെന്ററി മാനേജ്മെന്റ്, ഷിപ്പിംഗ്, പിന്നെ കൃത്യസമയത്തുള്ള ഡെലിവറി എന്നിവയിലെ പ്രവർത്തനപരമായ വെല്ലുവിളികൾ ഇ-കൊമേഴ്സിന്റെ വിജയത്തെ പരിമിതപ്പെടുത്തുന്നുണ്ട്. ഉൽപ്പന്നങ്ങളുടെ ഈ ഭൗതികമായ നീക്കമാണ് യഥാർത്ഥത്തിൽ ഇ-കൊമേഴ്സിന്റെ നട്ടെല്ല്. ഇതിലെ പ്രധാന തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. വെയർഹൌസിംഗും ഇൻവെന്ററി മാനേജ്മെന്റും. 2. ഉയർന്ന ഷിപ്പിംഗ് ചെലവുകൾ. 3. സമയബന്ധിതമായ ഡെലിവറി. പ്രത്യേകിച്ച് വിദൂര പ്രദേശങ്ങളിൽ ഇത് വലിയ വെല്ലുവിളിയാണ്. 4. ലാസ്റ്റ് മൈൽ ഡെലിവറിയിലെ കാര്യക്ഷമതയില്ലായ്മയാണ്. ഇതില് ഈ ലാസ്റ്റ് മൈൽ ഡെലിവറി എന്നത് ഉപഭോക്തൃ സംതൃപ്തിയെ കാര്യമായി ബാധിക്കുന്ന വളരെ നിർണായകവും ചെലവേറിയതുമായൊരു ഘട്ടമാണ്. 5. ഭാഗം ലഭ്യതയും മത്സരവും. ഇവിടെ വിപണിയിലെ ചലനാത്മകതയും ഉപയോക്താക്കളുടെ പങ്കാളിത്തവുമാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതായത് ഉപഭോക്താക്കൾക്ക് ഇ-കൊമേഴ്സ് എത്രത്തോളം ലഭ്യമാണ്, ഒപ്പം വിപണിയിലെ മത്സരത്തിന്റെ സ്വഭാവം എങ്ങനെയുള്ളതാണ് തുടങ്ങിയ കാര്യങ്ങൾ. ഇതിലെ ഒരു പ്രധാന പ്രശ്നം ഡിജിറ്റൽ വിഭജനവും ഉപഭോക്തൃ അവബോധവുമാണ്. അതായത് വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് ഇ-കൊമേഴ്സിനെക്കുറിച്ച് വേണ്ടത്ര അവബോധമില്ല, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനുള്ള കഴിവുകളോ സൗകര്യങ്ങളോ ഇല്ല. ഇത് കാരണം അവർ ഇ-കൊമേഴ്സിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കപ്പെടുന്നു. ഡിജിറ്റൽ സാക്ഷരതയിലെയും ലഭ്യതയിലെയും ഈ വിടവ് കാരണം വലിയൊരു വിപണി ഇപ്പോഴും ഇ-കൊമേഴ്സിന് പുറത്താണ്. അടുത്തത് ഉയർന്ന മത്സരവും വിപണിയിലെ തിക്കുമാണ്. ഇ-കൊമേഴ്സ് രംഗത്തേക്ക് കടന്നുവരാൻ വലിയ തടസ്സങ്ങളില്ലാത്തതുകൊണ്ട് ഇവിടെ തീവ്രമായ മത്സരം നിലനിൽക്കുന്നു. ഇത് പലപ്പോഴും കടുത്ത വിലയിടിവിലേക്കും അതുവഴി ലാഭം കുറയുന്നതിലേക്കും നയിക്കുന്നു. പ്രവേശിക്കാനുള്ള എളുപ്പം തന്നെ ഒരു വെല്ലുവിളിയായി മാറുന്ന സാഹചര്യമാണിത്. ഈ തീവ്രമായ മത്സരത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? 1. കമ്പനികൾ ആക്രമണാത്മകമായ വിലനിർണ്ണയ തന്ത്രങ്ങൾ ഉപയോഗിക്കാൻ നിർബന്ധിതരാകുന്നു. 2. വലിയ ഡിസ്കൗണ്ടുകളും മാർക്കറ്റിംഗിനായി വലിയ തുകയും ചെലവഴിക്കേണ്ടി വരുന്നു. 3. ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ ലാഭം കുറയാൻ കാരണമാകുന്നു. 4. പുതിയതായി വിപണിയിലേക്ക് വരുന്നവർക്ക് ഉപഭോക്താക്കളുടെ ശ്രദ്ധ നേടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഈ മത്സര സമ്മർദ്ദങ്ങൾ കാരണം സുസ്ഥിരമായ ഒരു ലാഭം കണ്ടെത്തുന്നത് പല ബിസിനസ്സുകൾക്കും വലിയ വെല്ലുവിളിയാണ്. ഇത്രയും വെല്ലുവിളികൾ ചർച്ച ചെയ്തു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. ഈ തടസ്സങ്ങൾ മറികടക്കാൻ എന്താണ് വേണ്ടത്? നമ്മുടെ അവസാനത്തെ ഭാഗം 6. തടസ്സങ്ങൾ മറികടക്കൽ. സുസ്ഥിരമായ ഒരു ഇ-കൊമേഴ്സിലേക്കുള്ള പാത എന്താണെന്നാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്.
ഡിജിറ്റൽ വ്യാപാരത്തിന്റെ സുസ്ഥിരവും തുല്യവുമായ വളർച്ച ഉറപ്പാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ വെല്ലുവിളികളെ മറികടക്കുന്നതിന് പല തലങ്ങളിലുള്ള ഒരു സമീപനം ആവശ്യമാണ്. അതിലെ പ്രധാന ഘട്ടങ്ങൾ ഇവയാണ്. ഒന്നാമതായി, ശക്തമായ സംവിധാനങ്ങൾ നിർമ്മിക്കുക. രണ്ടാമതായി, സൈബർ സുരക്ഷ ശക്തിപ്പെടുത്തുക. മൂന്നാമതായി, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നയങ്ങൾ രൂപീകരിക്കുക. നാലാമതായി, ഉപഭോക്താക്കളെ ബോധവൽക്കരിക്കുക. ഇതിനായി സർക്കാരുകളും ബിസിനസ്സുകളും സാങ്കേതികവിദ്യാ ദാതാക്കളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. അവസാനമായി ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത വെല്ലുവിളികളെല്ലാം വിജയകരമായി മറികടന്നാൽ മാത്രമേ ഇ കൊമേഴ്സിന്റെ പൂർണ്ണമായ വാഗ്ദാനം സുസ്ഥിരവും തുല്യവുമായ രീതിയിൽ നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയൂ. ഇതിലൂടെയാണ് എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു ഡിജിറ്റൽ ഭാവി സാധ്യമാകുന്നത്.